നല്ലൊരു അടപ്രഥമൻ ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ്. ഇതിന് വേണ്ടത് 1 കപ്പ് അട, പാലട പായസം ഉണ്ടാക്കുന്ന അട. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. അതിന് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇതിന് വേണ്ട 1-ാം പാൽ എടുക്കാം. മിക്സിയിലിട്ട് തേങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമുക്ക് അതിലെ പാലെടുക്കാം. ഇതാണ് 1-ാം പാല്. ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കാം. തേങ്ങ അരച്ചെടുത്ത തേങ്ങ നമുക്ക് അതിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതാണ് 1-ാം പാല്. ഒരു നല്ല തുണി എടുത്ത് നമുക്ക് തേങ്ങ അതിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. നമുക്കപ്പോൾ തേങ്ങയുടെ 1-ാം പാല് കിട്ടും. ഇതാണ് നമുക്ക് പായസത്തിന് വേണ്ട 1-ാം പാല്. ഇനി ആ തേങ്ങ ഒന്നും കൂടി മിക്സിയിൽ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് തേങ്ങയുടെ 2-ാം പാല് എടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇനി മിക്സിയിട്ട് കറക്കിയെടുത്ത് നമുക്കത് തുണിയിലിട്ട് ഒന്നും കൂടി പിഴിഞ്ഞെടുക്കാം. ഇത് 2-ാം പാലാണ്. ഇനി ആ തേങ്ങ ഒന്നും കൂടി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം, കുറച്ച് വെള്ളം ചേർത്ത്. അപ്പോൾ നമുക്ക് തേങ്ങയുടെ പാല് മുഴുവൻ കിട്ടും. ഇത് 3-ാം പാലായി നമുക്ക് എടുക്കാം. അത് ഒരു തുണിയിലിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ 3-ാം പാല് റെഡിയായി. ഇനി നമുക്ക് ഈ പായസത്തിന് വേണ്ട ശർക്കര പൊടി തയ്യാറാക്കാം. ആദ്യം ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ശർക്കര പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ പായസത്തിന് വേണ്ട ശർക്കര പാനി റെഡിയുണ്ട്. അതൊന്ന് അരിച്ചെടുക്കാം. ഈ ശർക്കരയിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും, അതൊന്ന് മാറ്റിയെടുക്കാം. പായസത്തിന് വേണ്ട ശർക്കര പാനി റെഡിയായി. ഇനി നമുക്ക് ആ പാനിൽ തന്നെ 3-ാം പാൽ ഒഴിച്ചെടുക്കാം. 3-ാം പാൽ ഒഴിച്ചെടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് അടയിട്ട് കൊടുക്കാം. അട ഞാൻ 1 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. വെള്ളത്തിൽ കുതിർത്ത് വെച്ച അടയാണ് ഇട്ടത്. അതൊന്ന് വേവിപ്പിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോൾ നമുക്ക് 2-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 2-ാം പാൽ ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടയും വെന്ത് വരണം, തേങ്ങാപ്പാലും ഒന്ന് ചൂടായി വരണം. അതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അടയിലും പാലിലുമൊക്കെ ശർക്കര നന്നായി പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി 1-ാം പാൽ ഒഴിച്ചെടുക്കാം. തേങ്ങയുടെ 1-ാം പാലാണ്. തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച കുറച്ച് ബാക്കിയുണ്ടായിരുന്ന ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി പായസത്തിന് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഫ്രൈ ചെയ്തത്. നെയ്യ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പായസത്തിന് വെളിച്ചെണ്ണയുടെ സ്വാദിനേക്കാളും നല്ലത് നെയ്യുടെ സ്വാദാണ്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കശുവണ്ടിയും മുന്തിരിങ്ങ. ഈ പായസത്തിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടപ്രഥമൻ ഓൾറെഡി റെഡിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് പാലട പ്രഥമൻ. അടിപൊളി ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൻ്റെയും നെയ്യുടെയും ശർക്കരയുടെയും അടയുടെയൊക്കെ ടേസ്റ്റ് അടിപൊളിയാണ്. പാലട പ്രഥമൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ പ്രൊഫൈലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. പാലട പ്രഥമൻ അടിപൊളി ടേസ്റ്റാണ്. ഒന്നുണ്ടാക്കി നോക്കിയാൽ മോശമാവില്ല. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയതാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് അടിപൊളിയാക്കി നമുക്കിത് കുടിക്കാം. അടിപൊളി ടേസ്റ്റുള്ള പാലട പ്രഥമൻ. താങ്ക് യു.